بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فأوصيكم ونفسي عباد الله بتقوى الله فهي وصية الله للأولين والآخرين. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, പണ്ഡിതന്മാരെ, പ്രബോധകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൗഹീദ് പഠിപ്പിക്കുന്ന തൗഹീദിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ എന്ന പേരിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഹിജ്റ 1206 മരണപ്പെട്ട ആ മഹാപണ്ഡിതൻ്റെ പ്രബോധകൻ്റെ ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ച ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ ധാരാളം ഷർഹുകൾ എഴുതി. അങ്ങനെ വളരെ പ്രാധാന്യത്തോട് കൂടി കണ്ട പണ്ഡിതന്മാർ കാണുന്ന ഒരു ഗ്രന്ഥമാണ് അൽ ഉസൂലു സലാസ. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഈ ക്ലാസ് ഭംഗിയായി പൂർത്തീകരിക്കാനും പഠനാർഹമായ രീതിയിൽ അവതരിപ്പിക്കാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ ഉസൂലു സലാസ നമുക്കറിയാം, അതിൻ്റെ ആരംഭമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അൽ ഉസൂലു സലാസയുടെ ആരംഭം ഏത് മുതലാണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. فإذا قيل لك ما الأصول الثلاثة التي يجب على الإنسان معرفتها എന്ന ചോദ്യം മുതലാണ് യഥാർത്ഥത്തിൽ അൽ ഉസൂലു സലാസ തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള ചർച്ചയെല്ലാം തുടക്കമാണ്, ആമുഖമാണ്. നമുക്കറിയാം അൽ ഉസൂലു സലാസ അതിൻ്റെ ആരംഭം നാം പരിശോധിച്ച് നോക്കിയാൽ 4 വിഷയങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒന്ന് അൽ ഇൽം, അതായത് അള്ളാഹുവിനെ അറിയുക, പ്രവാചകനെ അറിയുക സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ ദീനെക്കുറിച്ച് അറിയുക, വൽ അമലു ബിഹി, അതിനെക്കുറിച്ച് ഇത് പ്രകാരം പ്രവർത്തിക്കുക, വദ്ദഅവതു ഇലൈഹി, പ്രബോധനം ചെയ്യുക, 4 വസ്സബ്റു അലൽ അദാ ഫീഹി, അതിൻ്റെ മാർഗത്തിൽ നാം ക്ഷമ കൈകൊള്ളുക. അതിനുശേഷം 3 മസ്അലകൾ വീണ്ടും ഷെയ്ഖ് പഠിപ്പിക്കുന്നു. അതും തൗഹീദുമായി ബന്ധമുള്ള, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു 3 മസ്അലകളാണ്. ഒന്ന്, അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ഉപജീവനം നൽകി, എന്നാൽ നമ്മെ വെറുതെ ഉപേക്ഷിച്ചില്ല, മറിച്ച് നമുക്ക് വേണ്ടി അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് നമ്മെ അല്ലാഹു സൃഷ്ടിച്ചത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അതേപോലെ 3ാമത്തെ മസ്അലയാണ് അല്ലാഹുവിനെ ഏകനാക്കിയ തൗഹീദുള്ള മുവഹിദായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുന്ന ഒരു മുസ്ലിമിനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളെ മിത്രങ്ങളായി സ്വീകരിക്കാൻ പറ്റില്ല. അൽ വലാ വൽ ബറാഇൻ്റെ വിഷയം.
ഇതെല്ലാം ആമുഖമായി പറഞ്ഞതിന് ശേഷമാണ് അൽ ഉസൂലു സലാസയിലേക്ക് വരുന്നത്. അൽ ഉസൂലു സലാസയിൽ പെട്ട ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഉസൂലു സലാസ? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ റബ്ബിനെ കുറിച്ച് അറിയുക. വ ദീനഹു, ശേഷം എന്താണ്? ദീനിനെ കുറിച്ച് അറിയുക. മൂന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിയെ കുറിച്ച് അറിയുക. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. അതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളാണത്രേ ഖബറിൽ മനുഷ്യൻ ചോദിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 3 ഉസൂലുകൾക്ക്, കാര്യങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നൽകാനുള്ള കാരണം. മർ റബ്ബുക, മാ ദീനുക, മൻ നബിയുക, ഈ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ തെളിവ് സഹിതമാണ് അൽ ഉസൂലു സലാസ പഠിപ്പിക്കുന്നത്. കാരണം അഖീദയിൽ എന്ത് പറ്റില്ല? തഖ്ലീദ് പറ്റില്ല. തെളിവില്ലാതെ അന്ധമായി ഒരു കാര്യം തെളിവില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ അല്ലാഹു തആല അനുമതി നൽകിയിട്ടില്ല. അത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. ഇന്ന വജദ്ന ആബാഅന അലാ ഉമ്മ, അതായത് നമ്മുടെ പിതാക്കന്മാർ, ഉപ്പാപ്പന്മാരെ ഒരു മില്ലത്തിൽ നാം കണ്ടു, അവരെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന വാദം ആരുടെ വാദമാണ്? ബഹുദൈവ വിശ്വാസികളുടെ വാദമാണ്. തഖ്ലീദുൽ അഅമ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു ലാ യജൂസു തഖ്ലീദു ഫിൽ അഖീദ, അഖീദയിൽ പ്രത്യേകിച്ച് തഖ്ലീദ് പറ്റില്ല, പാടില്ല. അപ്പോൾ ഈ അൽ ഉസൂലു സലാസ 3 അടിസ്ഥാന കാര്യങ്ങൾ തെളിവ് സഹിതം പഠിച്ച് അതനുസരിച്ച് പ്രാവർത്തികമാക്കിയവൻ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഇതൊന്നും പഠിക്കാതെ അവിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ അവസ്ഥ? ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവർ പറയും ഹാ ഹാ ലാ അദ്രി, അവർക്ക് ഉത്തരം മുട്ടും, എനിക്കറിയില്ല എന്നവർ മറുപടി പറയും. അപ്പോൾ അവിടുന്ന് അൻകദബ ഫയുഖാലു ലഹു അൻകദബ, അവൻ കളവ് പറഞ്ഞു. ഫഅഫ്രിശൂഹു മിനൻ നാർ, അവനക്ക് നരകത്തിൽ ഒരു വിരിപ്പ്, ഒരു മെത്ത വിരിച്ചു കൊടുക്കൂ. വഅൽബിസൂഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് വസ്ത്രം അവനെ ധരിപ്പിക്കൂ. വഫ്തഹു ലഹു ബാബൻ ഇലൻ നാർ, നരകത്തിലേക്കുള്ള കവാടം അവന് വേണ്ടി തുറന്നു കൊടുക്കൂ. അപ്പോൾ ഇത് സ്വർഗവും നരകത്തിൻ്റെയും വിഷയമാണെന്ന് നാം പഠിക്കണം. ഒരു മനുഷ്യൻ്റെ അഖീദ ശരിയായാലാണ് അവൻ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ. യഥാർത്ഥ വിശ്വാസികൾക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ സ്വർഗം, നരകം, അതിനു മുമ്പ് നമുക്കറിയാം ഖബറിലുള്ള രക്ഷയും ശിക്ഷയും. അത് നിരവധി തെളിവുകൾ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശി, നിങ്ങളിൽ ഒരുവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം പകലും വൈകുന്നേരവും അവനക്ക് കാണിക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് അവൻ്റെ ഇരിപ്പിടം സ്വർഗത്തിലെ, ഒന്നുകിൽ സ്വർഗവാസികൾക്ക് സ്വർഗത്തിലുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. നരകവാസിയാണെങ്കിൽ നരകവാസികൾക്കുള്ള ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന വഇൻ കാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ യുഖാലു, അവനോട് പറയപ്പെടും ഹാദാ മഖഅദുക, ഇതാണ് നിന്റെ ഇരിപ്പിടം. ഹത്താ യബ്അസക അല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ അതിൽ പ്രവേശിപ്പിക്കുന്നത് വരെ ഉള്ള നിന്റെ ഇരിപ്പിടമാണെന്ന് കാണിച്ചു കൊടുക്കും. വേറൊരു ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാം, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫീ ഖുബൂരിഹാ, ഈ ഉമ്മത്ത് ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. ഫലൗല അല്ലാ തദാഫനു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേട്ടു. നബിക്ക് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഫലൗല അല്ലാ തദാഫനു, നിങ്ങൾ ഖബറടക്കം ഉപേക്ഷിക്കും എന്ന ഭയം കൊണ്ടാണ്, ആ ഭയമില്ലായിരുന്നുവെങ്കിൽ ദഅൗതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ മിൻഹു, ഞാൻ കേൾക്കുന്ന ഖബർ ശിക്ഷ നിങ്ങളെ അള്ളാഹു കേൾപ്പിച്ചു തരാൻ, നിങ്ങൾക്ക് അള്ളാഹു കേൾപ്പിച്ചു തരാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. അത്രക്കും ഭയാനകമായ ഒരു കാര്യമാണ് ഖബർ ശിക്ഷ. അള്ളാഹു തആല നമ്മെ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇദ്നാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നമസ്കാരത്തിൽ അത്തശഹുദുൽ അഖീറിൽ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ശരണം തേടുമായിരുന്നു എന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ അൽ ഉസൂലു സലാസിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ നാം സൂചിപ്പിച്ചത്. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു എന്ന ഈ ഒന്നാമത്തെ അസ്റിലാണിപ്പോൾ നാം ഉള്ളത്. എന്താണ് റബ്ബിൻ്റെ അർത്ഥം? അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഷെയ്ഖ് ചോദിക്കുകയാണ്, ഫഇദാ ഖീല ലക, താങ്കളോട് പറയപ്പെട്ടാൽ, മർ റബ്ബുക, ആരാണ് നിൻ്റെ റബ്ബ് എന്ന് പറയപ്പെട്ടാൽ, ഫഖുൽ റബ്ബി അല്ലാഹു അല്ലദീ റബ്ബാനി, എന്നെ പരിപാലിച്ച വറബ്ബ ജമീഅൽ ആലമീൻ, എല്ലാ ലോകങ്ങളെയും ജീവജാലങ്ങളെയും പരിപാലിച്ച റബ്ബാകുന്നു എൻ്റെ റബ്ബ്. ഇത് റുബൂബിയ്യത്തിൻ്റെ ഒരു അർത്ഥമാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞത്. എന്താണത്? പരിപാലനം. ഇപ്പം റബ്ബ യുറബ്ബി എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരിപാലിക്കുക. പരിപാലകൻ ആരായി? റബ്ബിൻ്റെ അർത്ഥം എന്താണ്? പരിപാലകൻ. പരിപാലിക്കുക എന്ന് മലയാള ഭാഷയിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ പല അർത്ഥങ്ങളുമുണ്ട്. ഇപ്പം റബ്ബിന് പണ്ഡിതന്മാർ നൽകിയ പല അർത്ഥങ്ങളും അതിൽ മലയാളത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു അർത്ഥമാണ് നിഘണ്ടുവിലുള്ളത്, രക്ഷിക്കുക എന്ന്. പരിപാലകൻ, രക്ഷകൻ. അതേപോലെ പരിപാലിക്കുക എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമാണ് മലയാളത്തിൽ പോറ്റുക എന്ന അർത്ഥം. എന്താണത്? തർബിയത്ത്. അതേപോലെ പരിപാലനം എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമാണ് ഭരണം എന്ന അർത്ഥം. നമുക്കറിയാം റുബൂബിയ്യത്തിൻ്റെ ഒരു അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്? അല്ലാഹു തആലക്ക് ഖൽഖുണ്ട്, അതേപോലെ മുതഫർരിദുൻ ബിൽ മുൽക്ക്, ആധിപത്യം അള്ളാഹുവിൻ്റേത് മാത്രം. അപ്പോൾ ഇത്രയും അർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ തമ്മിൽ, റബ്ബ് അല്ലെങ്കിൽ പരിപാലകൻ, ഈ രണ്ട് വാക്കുകൾ തമ്മിൽ സാമീപ്യമുണ്ട് എന്ന് നമുക്ക് ഭാഷ പരിശോധിച്ച അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ഒരു അർത്ഥമാണ് റുബൂബിയ്യത്തിൻ്റെ അർത്ഥമാണ് അത്തർബിയ. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു. ആ മനുഷ്യർക്ക് വേണ്ട ഭൗതികമായ മതപരമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു, തയ്യാറാക്കി. ഭൗതികമായെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സംവിധാനിച്ചു. ദീനിപരമായ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കുക? അതിനുവേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അതിനുവേണ്ടി അള്ളാഹു വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ തർബിയത്താണ് ഷെയ്ഖ് ഇവിടെ റുബൂബിയ്യത്തിൻ്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. ഫഖുൽ റബ്ബി അല്ലാഹു അല്ലദീ റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ലോകങ്ങൾ അല്ലാഹു തആല പരിപാലിച്ചു. വഹുവ മഅബൂദി ലൈസ ലീ മഅബൂദുൻ സിവാ, അവനാകുന്നു എൻ്റെ ആരാധ്യൻ, അവനല്ലാതെ എനിക്ക് വേറെ ആരാധ്യൻ ഇല്ല. എന്നാൽ റുബൂബിയ്യത്തിൻ്റെ വേറെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഇഫ്റാദുല്ലാഹി ബിൽ ഖൽഖി വൽ മുൽക്കി വത്തദ്ബീർ, അതായത് സൃഷ്ടിപ്പ്, ആധിപത്യം, നിയന്ത്രണം,
കൈകാര്യ കർത്തൃത്വം എന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആ കാര്യങ്ങളിൽ ഏകനാക്കുക, തൗഹീദ് ചെയ്യുക, അഥവാ അള്ളാഹുവിനെ മുതഫർരിദായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളിൽ ഏകനാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് റുബൂബിയ്യത്തിൻ്റെ വേറെ ഒരു നിർവചനം. ഇവിടെ റബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചോദ്യം വരാറുണ്ട്. അതായത് ഖബറിൽ ചോദിക്കപ്പെടുന്നു മർ റബ്ബുക. അതേപോലെ ഷെയ്ഖ് അൽ ഉസൂൽ സലാസയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നു മഅരിഫത്തുൽ അബ്ദി റബ്ബഹു. എന്നാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലാഹു തആല സൃഷ്ടാവാണ്, പ്രപഞ്ച നിയന്താവാണ്, ഉപജീവൻ നൽകുന്നവനാണ് എന്ന വിഷയത്തിൽ ആർക്ക് തർക്കമില്ലായിരുന്നു? ബൗദ്ധ വിശ്വാസികൾക്ക് തർക്കമില്ലായിരുന്നു. പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? അഥവാ മർ റബ്ബുക, മക്ക മുശ്രിക്കുകൾ അടക്കം പറഞ്ഞിരുന്നു ആകാശ ഭൂമി സൃഷ്ടാവ് അള്ളാഹുവാണ്, ഉപജീവൻ നൽകുവൻ അള്ളാഹുവാണ്, നിയന്താവ് അള്ളാഹുവാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ വിവക്ഷ? ഇവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത് റബ്ബ് കൊണ്ട് ഇവിടെ ഉദ്ദേശം മഅബൂദ് എന്നാണ്. അതായത് ആരാകുന്നു നിൻ്റെ ആരാധ്യൻ. അതായത് റുബൂബിയത്ത് ഉലൂഹിയത്ത് തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ നിന്ന് പ്രകടമാവുന്നത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നൊരു ഖാഇദയുണ്ട്. അർ-റുബൂബിയ്യത്തു തസ്തൽസിമു തൗഹീദുർ റുബൂബിയ്യത്തി യസ്തൽസിമു തൗഹീദൽ ഉലൂഹിയ്യ. അതായത് തൗഹീദുർ റുബൂബിയ്യ വിശ്വസിച്ച ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അയാൾ തൗഹീദുൽ ഉലൂഹിയ്യ അംഗീകരിച്ചിരിക്കണം. അഥവാ അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവ്, നിയന്താവ് എന്നെല്ലാം ഒരു മനുഷ്യൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾ നിർബന്ധമായും ഒന്ന് ചെയ്തിരിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഈ നിലക്കുള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും റബ്ബ് എന്ന് പറയപ്പെടുമ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം പരിപാലകൻ, നാഥൻ എന്ന അർത്ഥങ്ങളാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം പലപ്പോഴും ആരാധ്യൻ, ആരാധിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്നത്. ആ ഉദ്ദേശമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മർ റബ്ബുക എന്ന് ഷെയ്ഖ് സാലിഹ് കൂട്ടിച്ചേർക്കുകയാണ്. പല ശുറാഹുകളും പറഞ്ഞിട്ടുണ്ട് അത്ര. മർ റബ്ബുക എന്ന് ഖബറിൽ ചോദിക്കപ്പെടുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം തൗഹീദുർ റുബൂബിയ്യയുടെ അടിസ്ഥാനത്തിലുള്ള, അഥവാ ആരാണ് പ്രപഞ്ച സൃഷ്ടാവ്, നിയന്താവ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നീ ആരാധിക്കുന്ന, ആരാധന നീ സമർപ്പിക്കുന്ന നിന്റെ നാഥൻ റബ്ബ് ആരാകുന്നു എന്ന അർത്ഥത്തിലാണ് പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇതിന് ഷെയ്ഖ് പറഞ്ഞ തെളിവെന്താണ്? അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, ലോകങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്നതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ് തെളിവായി ഉദ്ധരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഈ ആയത്തിൻ്റെ അർത്ഥം വിശദീകരിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം വരാ പറയാം ഒറ്റ വാചകത്തിൽ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ല, ഒരാൾ പറയാം. അതെ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകും. അതെ. ഇനി നമ്മുടെ സുഹൃത്തുക്കളായ ഇൽമ് പഠിക്കുന്ന വിഭാഗക്കാരോട് ചോദിക്കുന്നു, അൽ ഹംദ് ഇവിടെ സർവസ്തുതിയും എന്ന അർത്ഥം വെച്ചു. എങ്ങനെയാണ് ഈ അർത്ഥം വന്നത്? സമീർ മൗലവി. അതെ, അൽ ഹംദ്
എന്ന വാക്കിന് നമ്മൾ ഇവിടെ അർത്ഥം കൊടുത്തത് എന്താണ്? സർവസ്തുതിയും എല്ലാ സ്തുതി കീർത്തനങ്ങളും അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോൾ ഈ സർവസ്തുതി എന്ന അർത്ഥം ഇങ്ങനെ വന്നത് അൽ എന്ന ഈ പദത്തിൽ നിന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അൽ ലിസ്തിഗ്റാഖ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു. അതായത് എല്ലാ സ്തുതിയും അതിൽ ഉൾപ്പെട്ടു. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചോദ്യം പണ്ഡിതന്മാരോട്, അള്ളാഹുവിന് മാത്രം എന്ന് എങ്ങനെ വന്നു? അള്ളാഹുവിന് മാത്രം എന്ന് എങ്ങനെ വന്നു? ഇത് എല്ലാവർക്കും പഠിക്കാനും കൂടിയാണ് പറയുന്നത്. അൽഹംദുവിൻ്റെ അർത്ഥം മനസ്സിലായി. ലില്ലാഹി, ലില്ലാഹി ഈ അള്ളാഹു എന്ന പദത്തിന് തൊട്ട് മുമ്പ് എന്തുണ്ട്? ലാമുണ്ട്. ഈ ലാമിനാണ് അറബി ഭാഷയിൽ ലാമുൽ ഇസ്തിഹ്ഖാഖ് എന്ന് പറയും. എന്താണ്? ഇസ്തിഹ്ഖാഖിൻ്റെ ലാമാണ്. അതായത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു, അള്ളാഹു മാത്രമാണ് ഈ സ്തുതികീർത്തനങ്ങൾക്കെല്ലാം അർഹൻ. ഇസ്തിഹ്ഖാഖിൻ്റെ ലാമാണത്. ശ്രദ്ധിക്കണം, ലാമ് ഒന്നുകിൽ ലാമുൽ ഇസ്തിഹ്ഖാഖ് ആയിരിക്കും, അല്ലെങ്കിൽ ലാമുൽ മുൽക്കായിരിക്കും. അതായത് ലാമിന് മുമ്പ് ഒരു വസ്തുവാണെങ്കിൽ അത് ലാമുൽ മുൽക്കായിരിക്കും. എന്താണ്? അതായത് എൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ്, ഞാനാണ് അതിൻ്റെ ഉടമ എന്ന അർത്ഥത്തിലുള്ള ലാമാണത്. അതായത് അദ്ദാറു ലി ഫുലാൻ, ഈ വീട് ഈ വ്യക്തിയുടേതാണ്, ഈ വീടിൻ്റെ ഉടമ ഈ വ്യക്തിയാണെന്ന് ഇങ്ങനെ പറയാം. ലി ഫുലാൻ, ഇവിടെ ലാമിൻ്റെ അർത്ഥം എന്താണ്? ലാമുൽ മുൽക്കാണോ ഇസ്തിഹ്ഖാഖാണോ? മുൽക്കാണ്. എന്നാൽ അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോൾ ലാമിന് മുമ്പ് വസ്തുവല്ല, ഒരു ആശയമാണെങ്കിൽ, ഒരു അർത്ഥമാണെങ്കിൽ, മഅനയാണെങ്കിൽ ലാം എന്തായി മാറി? ലാമുൽ ഇസ്തിഹ്ഖാഖാണ്. ഇത്രയും സൂക്ഷ്മമായ ഒരു അർത്ഥമാണ്. നമ്മൾ പലപ്പോഴും ഈ അറബി ഭാഷ, ഈ ഖുർആൻ പരിഭാഷയിൽ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രം പറയുമ്പോൾ അതിൻ്റെ ബാഹ്യമായ അർത്ഥമാണ് മാത്രമാണ് നാം വായിക്കുന്നത്. ഈ സൂക്ഷ്മമായ അർത്ഥത്തിലേക്ക് പണ്ഡിതന്മാർക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഖുർആനിക ആയത്തുകളിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ നമുക്ക് ഭക്തിയൊക്കെ ഉണ്ടാകും. ഇത്രയും സൂക്ഷ്മമായ ഈ സുവ്യക്തമായ അറബി ഭാഷയിലൂടെയാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഈ അർത്ഥത്തിൻ്റെ വിശാലമായ ഭാഗത്തേക്ക് നാം ഒരു പെട്ടെന്നുള്ള ഒരു സൂചന മാത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിനെ വിശദീകരണമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ് ആകുന്നു ഏറ്റവും നല്ല പ്രാർത്ഥന. അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്താകുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് ആകുന്നു. അതും കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചതാണ്. അതായത് അതിലെ ഒരു ഇബാറത്ത് പെട്ടെന്ന് വായിക്കുകയാണ്. അല്ലാമ മുബാറക് ഫൂരി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ അഹ്വദി ശർഹ് തിർമിദി എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, വഅഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ് لأن الدعاء عبارة عن ذكر الله وأن تطلب منه الحاجة. എങ്ങനെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹംദുലില്ലാഹ് ആയത്? അദ്ദേഹം പറയുന്നു, ദുആ എന്ന് വെച്ചാൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്? ഒന്ന്, അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിനെ സ്മരിക്കുകയും അതേപോലെ അള്ളാഹുവിനോടൊരു കാര്യം ആവശ്യപ്പെടുകയും ഇതിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്. ഒന്ന് ദിക്ർ, ഒന്ന് തലബ്. വൽഹംദു യശ്മലുഹുമാ, അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. فإن من حمد الله يحمده على نعمته والحمد على النعمة طلب المزيد. അള്ളാഹുവിനെ വല്ലവനും സ്തുതിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പകരമായിട്ടാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അവൻ സ്തുതിക്കുന്നത്. വൽഹംദു അല നിഅമതി തലബുൽ മസീദ്. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഒരു മനുഷ്യൻ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്താൽ അതിലെന്തുണ്ട്? കൂടുതലായി അള്ളാഹു തആല അവന്
കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലഇൻ ശകർത്തും ലഅസീദന്നക്കും എന്ന അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ അതിൽ വർധനവ് ഉണ്ടാകാൻ അല്ലാഹു തആല അവൻ്റെ നിഅമത്തുകൾ അധികരിപ്പിക്കാനുള്ള ഒരു തേട്ടം കൂടിയും അതിലുണ്ട്. അങ്ങനെയാണ് അഫ്ദലു ദുആഇ അൽഹംദുലില്ലാഹ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇനി വേറെയും വിശദീകരണം ഉണ്ടാകാം. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ അഥവാ റുബൂബിയത്തിൻ്റെ മർ റബ്ബുക എന്ന വിഷയത്തിലാണ് ഇന്ന് രണ്ടാമത്തെ ഭാഗത്തേക്കാണ് പ്രവേശിക്കുകയാണ്. ഒന്ന്, ആരാണ് മർ റബ്ബുക എന്ന ചോദ്യത്തിന് അർത്ഥം ഉത്തരം മനസ്സിലായി. റബ്ബി അല്ലാഹ്, അല്ലാഹു ആണ് നമ്മുടെ റബ്ബ്, പരിപാലകൻ, ആരാധ്യൻ. ഈ റബ്ബ് ആരാകുന്നു അതിനെക്കുറിച്ച് നാം പഠിച്ചു. റബ്ബ ജമീഅൽ ആലമീന ബിനിഅമി, എന്നെയും ലോകങ്ങളെ എല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പരിപാലിച്ചു. ഇനി എങ്ങനെയാണ് നാം റബ്ബിനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്ന ചോദ്യമാണ് അടുത്തത്. ഫഇദാ ഖീല ലക, അടുത്ത ചോദ്യമാണ് ഫഇദാ ഖീല ലക. അതാണ് നമ്മുടെ ഇന്നത്തെ പാഠം ആരംഭിക്കുകയാണ്. ഫഇദാ ഖീല ലക, എന്നാൽ താങ്കളോട് പറയപ്പെട്ടാൽ ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നീ ഏത് മുഖേനയാണ്, എങ്ങനെയാണ് നീ റബ്ബിനെ മനസ്സിലാക്കിയത്? ഫഖുൽ ബി ആയാതിഹി വ മഖ്ലൂഖാതിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേനയും സൃഷ്ടികൾ മുഖേനയുമാണ് നാം അവനെ റബ്ബിനെ മനസ്സിലാക്കിയത്, തിരിച്ചറിഞ്ഞത്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ. വമിൻ മഖ്ലൂഖാതിഹി, അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് അസ്സമാവാതു സബ്ഉ വൽ അർദൂന സബ്ഉ, 7 ആകാശങ്ങളും 7 ഭൂമിയും. വമൻ ഫീഹിന്ന, ആ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും. വമാ ബൈനഹുമ, അവക്കിടയിലുള്ള സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. അതായത് ആകാശങ്ങളിലും ഭൂമിയിലും അവക്കിടയിലുമുള്ള സൃഷ്ടികൾ. ഇപ്പോൾ 7 ആകാശങ്ങളുണ്ടാവും, അവക്കിടയിൽ നിന്നുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ട്. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന് ഷെയ്ഖ് പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഖുർആനിക ആയത്തുകൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് പഠിപ്പിക്കുകയാണ്. ഇവിടെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ ഉള്ള ഒരു മാർഗമാണ് ഇവിടെ ഷെയ്ഖ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് നമുക്കറിയാം അള്ളാഹു അദൃശ്യനാണ്. നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ ദൃഷ്ടി കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുമോ? പറ്റില്ല. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, വലമ്മ ജാഅ മൂസ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. മൂസ നബി അലൈഹിസ്സലാമുമായി സംസാരിക്കാൻ അള്ളാഹു തആല ഒരു നിർണിത സമയം നിശ്ചയിച്ചു. ആ മീഖാത്തിലേക്ക് മൂസ നബി അലൈഹിസ്സലാം വരികയും അങ്ങനെ അള്ളാഹു തആല മൂസ നബിയോട് അലൈഹിസ്സലാം സംസാരിക്കുകയും ചെയ്തപ്പോൾ സംസാരിച്ച് മൂസ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിനെ കൂടുതൽ അള്ളാഹുവിനോട് ഇഷ്ടം, സ്നേഹം തോന്നുകയും അങ്ങനെ അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. റബ്ബി അരിനി അൻദുർ ഇലൈക്, അള്ളാഹുവെ ഒന്ന് എനിക്ക് നിന്നെ കാണാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം, എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞത് ലൻ തറാനി, ഒരിക്കലും നിനക്കെന്നെ കാണാൻ സാധിക്കില്ല. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, പക്ഷെ നീ ഈ പർവ്വതത്തിലേക്ക് നോക്കൂ. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്കെന്നെ കാണാം. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ, ഈ പർവ്വതത്തിന് അല്ലാഹു തആല പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജഅലഹു ദക്ക, അതിനെ അല്ലാഹു തആല മണ്ണാക്കി മാറ്റി. വഖറ മൂസ സഇഖ, മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി. ഫലമ്മ അഫാഖ, ബോധം വന്നതിന് ശേഷം മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു സുബ്ഹാനക്,
നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാഹുവേ. തുബ്തു ഇലൈക്, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. വഅന അവ്വലുൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ ഒന്നാമനാകുന്നു ഞാൻ. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അല്ലാഹു തആലയെ ഈ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യന് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ പരലോകത്ത് വെച്ചോ വിശ്വാസികൾ അല്ലാഹുവിനെ കാണുന്നു. ഉജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ തെളിവ്. മുഅ്തസില എന്ന പിഴച്ച വിഭാഗക്കാർ ഈ ലൻ തറാനി എന്ന ഈ ആയത്ത് കൊണ്ട് എന്ത് വാദിച്ചു? അള്ളാഹുവിനെ ആരും കാണുകയില്ല, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. മനസ്സിലായല്ലോ? അത് ശരിക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തോട് വിരുദ്ധമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാൻ സാധിക്കുകയില്ല, പക്ഷെ അവനെ നമുക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന, സൃഷ്ടികൾ മുഖേന അള്ളാഹുവിനെ അറിയാൻ സാധിക്കും. അതാണ് ഷെയ്ഖ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഷെയ്ഖ് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നെന്താണ്? ഒന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേനയും സൃഷ്ടികൾ മുഖേനയും. ദൃഷ്ടാന്തങ്ങളിൽ എന്തൊക്കെ എണ്ണി പറഞ്ഞു? അല്ലൈലു വന്നഹാർ വശംസു വൽ ഖമർ, അതായത് പകല്, രാത്രി, സൂര്യൻ, ചന്ദ്രൻ. മഖ്ലൂഖാത്തിലോ മിൻ മഖ്ലൂഖാത്തിഹി, അതെ, ആകാശങ്ങൾ, ഭൂമി. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതല്ലേ? കാരണം ഖുർആനിൽ വേറെ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ത്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്തൽ? ചില ആൾക്കാർ ഷെയ്ഖിന് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, മഖ്ലൂഖാത്താണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു വേർതിരിവ് പറയാനുള്ള കാരണം നാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പകലും രാവിലെ വൈകുന്നേരം രാത്രിയൊക്കെ അവന് ഭൂമിയെ കാണുന്നു, ആകാശത്തെ നോക്കുന്നു. അപ്പോഴൊന്നും അതിനൊന്നും ഒരു യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ പകല്, രാത്രി, സൂര്യൻ, ചന്ദ്രൻ, ഈ ദൃഷ്ടാന്തം സംബന്ധിച്ചിടത്തോളം ദൃഷ്ടാന്തങ്ങൾ എന്ന് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം ഇത് മാറ്റങ്ങൾക്ക് വിധേയമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ അതിലേക്ക് ശരിക്കും ഈ മാറ്റങ്ങൾ വരുമ്പോൾ പകലാകുന്നു, രാത്രിയാകുന്നു. പകലിൽ സൂര്യനെ കാണുന്നു, രാത്രി ചന്ദ്രനെ കാണുന്നു. അപ്പോൾ ഈ മാറ്റം ആരാണ് കൊണ്ടുവരുന്നത്? രാത്രിയെ അല്ലാഹു തആല പറഞ്ഞു യുഗ്ശിൽ ലൈലൻ നഹാർ, അതായത് രാത്രി കൊണ്ട് പകലിനെ അള്ളാഹു മൂടുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവൻ ആരാകുന്നു എന്ന ഒരു ചിന്ത മനുഷ്യനിൽ സ്വാഭാവികമായും വരും. അതുകൊണ്ടാണ് ദൃഷ്ടാന്തങ്ങൾ എന്ന പേരിൽ അതിനെ പരിചയപ്പെടുത്താനുള്ള കാരണം. എന്താണ് ഇതിൽ തെളിവ്? വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, രാവിലെയും പകലുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന് തെളിവെന്താണ്? ഒമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, സൂറത്തുൽ ഫുസ്സിലത്തിലെ ആയത്താണത്. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു രാത്രിയും പകലും. വശംസു വൽ ഖമർ, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുൻ, അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നുവെങ്കിൽ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു, ആയത്തുകളാകുന്നു, അതിനുള്ള തെളിവാണ് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാകുന്നു 7 ആകാശങ്ങൾ. ഷെയ്ഖിൻ്റെ ഇബാറത്ത് എന്താണ്? വമിൻ മഖ്ലൂഖാതിഹി, അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാകുന്നു അസ്സമാവാതു സബ്ഉ വൽ അർദൂന സബ്ഉ വമൻ ഫീഹിന്ന, 7 ആകാശങ്ങളും 7 ഭൂമിയും. അപ്പോൾ ഇവിടെ 7 ആകാശങ്ങൾ 7 ഭൂമി, ഭൂമിയും 7 എണ്ണമാവണോ എന്നൊരു ചോദ്യം. ഇത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു തആല സൂറത്തുൽ തലാഖിൽ പറയുന്നുണ്ട്,
അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുൻ. അല്ലാഹു ആകുന്നു 7 ആകാശങ്ങൾ സൃഷ്ടിച്ചവൻ, അതേപോലെ ഭൂമിയും. അതുപോലെ ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിയും എത്രയാണ്? 7 ആകുന്നു എന്ന അർത്ഥം ഇതിൽ നിന്ന് കിട്ടും. അതേപോലെ ഹദീസുകളിലും 7 ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ളലമ ഖീദ ശിബ്രിൻ തുവിഖഹു മിൻ സബ്ഇ അർദീൻ. അതായത് ഒരാൾ ഒരു ചാൺ വീതം അക്രമം പ്രവർത്തിച്ചാൽ, മറ്റുള്ളവരുടെ ഭൂമി അക്രമത്താൽ കൈവശമാക്കിയിട്ടുണ്ടെങ്കിൽ, തുവിഖഹു മിൻ സബ്ഇ അർദീൻ, 7 ഭൂമികളിലേക്ക് അവനെ അള്ളാഹു ആഴ്ത്തിക്കളയും എന്നൊരു ഹദീസ്. ആ ഹദീസിൽ എന്തുണ്ട്? 7 ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആധുനിക ശാസ്ത്രത്തിലും ഇപ്പോൾ ഖുർആനും ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുന്ന അതിൽ റിസർച്ച് ചെയ്യുന്ന ഗവേഷകന്മാരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നു അത്രേ, ഭൂമിക്കും എന്തുണ്ട്? 7 തട്ടുകളുണ്ട്, ലെയേഴ്സുണ്ട്. അതാണത്രേ ഈ ആയത്തിനും ഈ ഹദീസിനുമെല്ലാം സൂചന എന്ന് ആധുനിക ശാസ്ത്രവുമായി നമ്മൾ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ വൈരുദ്ധ്യമില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത്, ഇത് ശാസ്ത്രം അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഹദീസിനും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. പിന്നീട് ശാസ്ത്രത്തിലേക്ക്, അത് ശാസ്ത്രം പറഞ്ഞോ പറഞ്ഞില്ല, നമുക്ക് വിശ്വാസമായി ബന്ധപ്പെടുത്താൻ പാടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ശാസ്ത്ര സത്യങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്നത്തെ ശാസ്ത്ര സത്യമായിരിക്കണം എന്നില്ല ഭാവിയിലെ ശാസ്ത്ര സത്യം. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ നിങ്ങൾക്കറിയോ? അതായത് ഇജ്മാ പ്രകാരം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, ലോക മുസ്ലിം പണ്ഡിതന്മാർക്ക് തർക്കമില്ലത്രേ ഭൂമി ഉരുണ്ടതാണ് എന്ന വിഷയത്തിൽ. എന്നാൽ ശാസ്ത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് എന്ന വിഷയം അത് ശാസ്ത്ര സത്യം എന്ന നിലക്ക് വൈകിട്ടായിരിക്കും. പറഞ്ഞു വരുന്നത്, ശാസ്ത്രവും പ്രമാണവും തമ്മിൽ എന്തില്ല? വൈരുദ്ധ്യമില്ല. എന്നാൽ ചില ആൾക്കാർ, ഇസ്ലാം ശത്രുക്കൾ, അതിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചില ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. എന്നാൽ അവർക്ക് ഖുർആനിക ആയത്തുകളും അറിയില്ല, അതിൻ്റെ ഭാഷാർത്ഥവും അറിയില്ല. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വിദ്യാർത്ഥി, ഞാൻ കഴിഞ്ഞ അവസരത്തിൽ പറഞ്ഞതായിരിക്കും, ഒരു വിദ്യാർത്ഥി എനിക്കൊരു ഇമെയിൽ അയച്ചു. ഞാൻ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത്. അപ്പോൾ എന്താണ്, ആ കുട്ടിയുടെ ഒരു ക്ലാസ്മേറ്റ് ഈ ഖുർആനെ കുറിച്ചുള്ള ശത്രുക്കളുടെ ആരോപണങ്ങൾ വായിച്ച് അവൻ്റെ വിശ്വാസം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖുർആനിലും അബദ്ധങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് അബദ്ധങ്ങളാണ് കണ്ടുപിടിച്ചത്? അറബി ഭാഷാപരമായ അബദ്ധങ്ങൾ ഖുർആനിലുണ്ട്. അങ്ങനെ ആ അബദ്ധങ്ങൾ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അബദ്ധങ്ങളാണെന്ന് ആരോപിച്ചുകൊണ്ട് അയച്ചു തന്നു. അപ്പം ഈ കുട്ടിയുടെ ചെറിയ ബുദ്ധി അനുസരിച്ച് ആരോ അവനെ പ്രയാസപ്പെടുത്തിയതാണ്. അതായത് യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പം ഉമ്മുൽ ഖുറ ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ആദ്യത്തെ വർഷം പഠിപ്പിക്കുന്ന അറബിക്ക് ഗ്രാമറിൻ്റെ പുസ്തകമുണ്ട്. ആ അറബിക്ക് ഗ്രാമറിൻ്റെ പുസ്തകം വെച്ചുകൊണ്ടാണ് ഖുർആനിൽ അബദ്ധങ്ങളുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഓരോന്നിനും അതിന് മറുപടി എഴുതി. ഇത് അറബിക്ക് ഗ്രാമർ ശരിക്കും പഠിക്കാനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ എൻ്റെ വിദ്യാർത്ഥിക്ക് സമാധാനമായി അവനെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ശരിക്ക് അറിവില്ലായ്മയാണ് പലപ്പോഴും ഈ ആരോപണങ്ങളോടൊക്കെ പിന്നാലെ. ഇവിടെ ഇൽമു പഠിക്കുന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാണ്,
തുവിഖഹു മിൻ സബ്ഇ അറദീൻ എന്നാണ് അതിൻ്റെ പ്രബലമായ ഉച്ചാരണം. അർദീൻ എന്നും വായിക്കപ്പെടാം. എന്താണ് തുവിഖഹു മിൻ സബ്ഇ അറദീൻ്റെ അർത്ഥം? രണ്ട് വിശദീകരണം പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഒന്ന്, അവന് പിടിച്ചെടുത്ത ആക്രമിച്ച് അവൻ പിടിച്ചെടുത്ത ആ ഭൂമി അത് ഏൽക്കാൻ അവൻ ആവശ്യപ്പെടും എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, അവനെ ആ ഭൂമിയിൽ അവനെ അള്ളാഹു ആഴ്ത്തിക്കളയും എന്ന് രണ്ട് വ്യാഖ്യാനങ്ങളും ഇതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാം പഠിച്ചു വരുന്നത്, അള്ളാഹു തആല അവനെ നമുക്ക് അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കുവാനും സൃഷ്ടികളിലേക്ക് നോക്കുവാനുമാണ്. വഖൗലുഹു തആല ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളും ഭൂമിയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നതിന് തെളിവാണിത്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതാരാകുന്നു? നിങ്ങളുടെ നാഥനാകുന്നു, റബ്ബാകുന്നു. ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങൾ കൊണ്ട്. സുമ്മ ഇസ്തവാ അലൽ അർശ്. അതിനുശേഷം അള്ളാഹു തആല അർശിൻ്റെ മേലെ ആരോഹണം ചെയ്തു. ശ്രദ്ധിക്കണം, ചില പരിഭാഷകളിൽ അള്ളാഹു അർശിൻ്റെ മേലെ ഉപവിഷ്ടനായി എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യാഖ്യാനം ശരിയല്ല എന്നാണ് മലയാള നിഘണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഉപവിഷ്ടനായി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. ഇരുന്നു എന്ന അർത്ഥം ഇസ്തിവാഇന് പണ്ഡിതന്മാർ നൽകിയിട്ടില്ല. എന്നാൽ ആരോഹണം ചെയ്തു, ആരോഹിക്കുക എന്നാൽ നിഘണ്ടുവിൽ കൊടുത്തിട്ടുള്ള അർത്ഥം ഒന്ന് അൽ ഉലൂവാണ്, അതായത് ഉയർച്ച, അതേപോലെ കയറ്റം. പണ്ഡിതന്മാർ പറയാറുണ്ട് ഇസ്തവ ഐ അല വർത്തഫ, കയറി, ഉയർന്നു, ഈ അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ അൽ ജുലൂസ്, ഇരുന്നു എന്ന അർത്ഥം അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നും പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ഇത് സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ് എന്ത്? ഇസ്തിവാ. അപ്പം അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നാം സൂക്ഷിക്കണം. പലപ്പോഴും അള്ളാഹു നമ്മൾ ഇരിക്കുന്നതുമായി ഇരിക്കുന്നു എന്നാണ് വഹാബികൾ പറയുന്നത് എന്ന് എതിരാളികൾ ആരോപിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അനുകൂലമായി നമ്മൾ ഒരിക്കലും ഇസ്തിവാഇന് അർത്ഥം കൊടുക്കാൻ പാടില്ല. സുമ്മ ഇസ്തവാ അലൽ അർശ്. അള്ളാഹു അർശിൻ്റെ മേലെ ഇസ്തിവാ ചെയ്തു. യുഗ്ശിൽ ലൈല നഹാർ. പകൽ രാത്രി കൊണ്ട് അള്ളാഹു പകലിനെ മൂടി, അഥവാ രാത്രി അള്ളാഹു കൊണ്ടുവന്ന് പകലിൻ്റെ വെളിച്ചത്തെ അള്ളാഹു മൂടി. യത്ലുബുഹു ഹസീസ. അതായത് രാത്രി പകലിനെ വേഗത്തിൽ തേടി അന്വേഷിക്കുന്നു. പകൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ താമസിക്കാതെ രാത്രി വരുന്നു. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബി അംരി. അല്ലാഹു തആല അതേപോലെ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അതേപോലെ സൂര്യനും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അവരെയും അള്ളാഹു സൃഷ്ടിച്ചു. അലാ ലഹുൽ ഖൽഖു വൽ അമർ. സൃഷ്ടിപ്പും ആധിപത്യവും നിയന്ത്രണവുമെല്ലാം അള്ളാഹുവിന് മാത്രമല്ലേ അറിയുക. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അനുഗ്രഹീതനായി. അപ്പോൾ ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇതെന്തിനുള്ള തെളിവാണ്? ആകാശങ്ങളുടെയും ഭൂമികളെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നതിനുള്ള തെളിവ്. വറബ്ബു ഹുവൽ മഅബൂദ്. ഇതിൻ്റെ അവസാനത്തെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തെ ഭാഗം വായിക്കുകയാണ്. വറബ്ബു ഹുവൽ മഅബൂദ്. എന്താണ് റബ്ബ് എന്ന് വെച്ചാൽ? മഅബൂദാകുന്നു, ആരാധ്യനാകുന്നു. അപ്പോൾ ഇവിടെ ശരിക്ക് മർ റബ്ബുക്ക എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ ആരാധ്യൻ ആരാകുന്നു.
അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിൽ പറയും റബ്ബി അല്ലാഹ്. കപടവിശ്വാസികളും സത്യനിഷേധികളും അവർക്ക് ഉത്തരം കിട്ടുകയില്ല. റബ്ബ് മഅബൂദാകുന്നതിന് തെളിവെന്താണ്? യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ ഇതാകുന്നു സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ കൽപ്പന. എന്താ അറിയുക? സൂറത്തുൽ ബഖറ ദീർഘമായ സൂക്തങ്ങൾ അടങ്ങിയ അധ്യായമാണ്. അതിൽ ആദ്യത്തെ കൽപ്പന എന്താണ്? ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന കൽപ്പനയാണ്. ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകുവാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും പറഞ്ഞു. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അല്ലാഹു എന്താണ്? റുബൂബിയ്യത്താണ്. ആ റബ്ബിന് മാത്രമാണ് ആരാധന നൽകേണ്ടത്, ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. എന്താണ്? ഉലൂഹിയ്യത്താണ്. അപ്പോൾ ഖുർആനിൻ്റെ ഒരു ശൈലി എന്താണ്? റുബൂബിയ്യത്ത് പറഞ്ഞുകൊണ്ട് ഉലൂഹിയ്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. മനസ്സിലായല്ലോ? അതായത് തൗഹീദുർ റുബൂബിയ്യ യസ്തൽസിമു തൗഹീദൽ ഉലൂഹിയ്യ വതൗഹീദുൽ ഉലൂഹിയ്യ യതദമ്മനു തൗഹീദർ റുബൂബിയ്യ. ഇതാണ് ഖാഇദ. തൗഹീദുൽ റുബൂബിയ്യ, അല്ലാഹു റബ്ബാണ്, അല്ലാഹുവാണ് ലോക പ്രപഞ്ച സൃഷ്ടാവ്, നിയന്താവ് എന്നെല്ലാം വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ നിർബന്ധമായും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവൻ, തൗഹീദുൽ ഉലൂഹിയ്യ ഉള്ളവൻ, അവൻ എന്ത് അംഗീകരിച്ചു കഴിഞ്ഞു? അള്ളാഹുവാണ് റബ്ബ്, ഖാലിഖ്, മുദബ്ബിർ എന്നെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഉലൂഹിയ്യത്തും റുബൂബിയ്യത്തും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട് എന്നർത്ഥം. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, സൂറത്തുൽ ബഖറ 21-22 ആയത്തിലാണ് ഇവിടെ ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്ത് പറഞ്ഞുകൊണ്ട് എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? ഉലൂഹിയ്യത്തിലേക്ക്. എന്താ ഉലൂഹിയ്യത്തിൻ്റെ അർത്ഥം? പറഞ്ഞ് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി പറയാണ്. അതായത് ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അവനെ ഏകനാക്കുക. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഉഅ്ബുദു റബ്ബക്കും എന്താണത്? തൗഹീദുൽ ഉലൂഹിയ്യാണ്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. പക്ഷെ എന്ത് പറയുന്നുണ്ട്? അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവ്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്ക് മെത്തയാക്കി മാറ്റിയവൻ. വസ്സമാഅ ബിനാഅൻ, അതേപോലെ ആകാശത്തെ റൂഫാക്കി മേൽപ്പുരയാക്കി അള്ളാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു. വഅൻസല മിനസ്സമാഇ മാഅൻ, ഭൂമി ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം, മഴയെ അള്ളാഹു ഇറക്കിത്തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനമായി റിസ്ഖായിട്ട് കൊണ്ട് വ്യത്യസ്തമായ കനികൾ അള്ളാഹു അത് മുഖേന ഉൽപ്പാദിപ്പിച്ചു തന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, എന്നാൽ നിങ്ങൾ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടാക്കരുത്, തുല്യരെ നിങ്ങൾ സ്ഥാപിക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും വളരെ കൃത്യമാണ്. അള്ളാഹുവിന് റുബൂബിയ്യത്ത് പറഞ്ഞുകൊണ്ട് ഉലൂഹിയ്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ ശൈലി ഖുർആനിൻ്റെ ശൈലിയാണ്. ഈ ശൈലിയാണ് ഷെയ്ഖും ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇബ്നു കസീറിൻ്റെ ഇബാറത്ത് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് ഉദ്ധരിക്കുന്നു. ഖാല ഇബ്നു കസീർ റഹ്മഹുല്ലാ, എല്ലാം കാണുന്നുണ്ടല്ലോ, കിതാബിൽ കാണുന്നില്ലേ? ഖാല ഇബ്നു കസീർ റഹ്മഹുല്ലാ, ഇബ്നു കസീർ പറഞ്ഞു, അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യാ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഈ കാര്യങ്ങളെല്ലാം വസ്തുക്കളെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാകുന്നു ആരാധനക്കർഹൻ. അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യാ, അതായത് ഭൂമി, ആകാശം, അതേപോലെ മഴ, കനികൾ, ഇതെല്ലാം സൃഷ്ടിച്ചു അള്ളാഹു. ഈ സൃഷ്ടാവിന് മാത്രമാണ് ആരാധന സമർപ്പിക്കപ്പെടേണ്ടത്. ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ. അപ്പോൾ തൗഹീദുൽ ഉലൂഹിയ്യയും തൗഹീദുൽ റുബൂബിയ്യയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഷെയ്ഖ് പഠിപ്പിക്കുന്നത്. അപ്പം മർ റബ്ബുക എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ മാ ദീനുക എന്ന ചോദ്യത്തിനുള്ള മറുപടി, മൻ നബിയുക, ആരാണ് നിൻ്റെ പ്രവാചകൻ, പ്രവാചകൻ്റെ പേര്, അതേപോലെ പ്രവാചകൻ്റെ പിതാക്കന്മാരുടെ പേര്, നുബൂവത്തിൻ്റെ യാഥാർത്ഥ്യമെല്ലാം നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ആഴത്തിൽ
ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وصل اللهم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.